പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്കിന്ന് എബ്രായ ലേഖനത്തിലെ 1-2 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ 8-ാം വാക്യം, 8 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചുമില്ല എന്ന് പറഞ്ഞ ശേഷം അപ്പോൾ ഇവിടെ ഒരു ഇച്ഛയെക്കുറിച്ച്, ഒരു ഇഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. 9-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിക്കുവാൻ ഒന്നാമത്തതിനെ നീക്കി കളയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. കാരണം അത് മാനുഷികമായിരുന്നു. ആ യാഗങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതായിരുന്നു. അതുകൊണ്ടൊരിക്കലും പാപങ്ങളുടെ ശാന്തി ഉണ്ടായില്ല, പാപമോചനം ഉണ്ടായില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ യഥാർത്ഥ ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഇടനിലക്കാരായ മതങ്ങളും മതവ്യവസ്ഥകളും എല്ലാം കഴിഞ്ഞിട്ട് വിട്ടുകളഞ്ഞിട്ട് ഇമ്മാനുവേൽ, അതായത് തൻ്റെ ജനത്തിൻ്റെ കൂടെ വസിക്കുന്ന ദൈവം, തൻ്റെ ജനത്തിൻ്റെ കൂടെ ഇറങ്ങി വസിക്കുന്ന ദൈവം, അങ്ങനെ ദൈവവും മനുഷ്യരുടെ കൂടെ വസിച്ച് ആ അകലമെല്ലാം മാറുന്ന ഒരു ബന്ധമാണ് കർത്താവ് ആഗ്രഹിച്ചത്. ആ ഇഷ്ടമനുസരിച്ച് ദൈവം പാപപരിഹാരം വരുത്താൻ കഴിയാത്ത ആ യാഗങ്ങളെല്ലാം നീക്കിക്കളഞ്ഞ ശേഷം ഒരു പുതിയ യാഗം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം സ്ഥാപിക്കുന്നതിനാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് 9-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. അപ്പോൾ പഴയതിന്മേൽ ദൈവത്തിൻ്റെ ഇഷ്ടമില്ല, എന്നാൽ പുതിയതിന്മേൽ ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്. രണ്ടാമത്തതിൽ ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്, ഒന്നാമത്തതിലില്ല. അപ്പോൾ ഒന്നാമത്തതിനെ നീക്കി കളഞ്ഞിട്ട് ദൈവം രണ്ടാമത്തതിനെ സ്ഥാപിച്ചു. ഈ രണ്ടാമത്തതിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഇഷ്ടത്താൽ, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മുടെ കൂടെ വസിക്കാനുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മോടുള്ള കമ്മ്യൂണിയന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മുടെ മക്കളായി കാണാനുള്ള ഒരു പിതാവിൻ്റെ ഇഷ്ടം, ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് ഒരൊറ്റ യാഗത്തിലൂടെ എന്നേക്കും നമ്മുടെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുകയും നമുക്ക് വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റാത്ത അവസ്ഥ എടുത്തു മാറ്റിക്കളയുകയും എല്ലാ മധ്യസ്ഥന്മാരും, അതായത് ദൈവവുമായിട്ട് നമ്മൾ അടുപ്പിക്കുന്ന എല്ലാ മധ്യസ്ഥന്മാരെ ഒഴിവാക്കി ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനിലൂടെ ഏത് സമയത്തും കൃപാസനത്തിലേക്ക് ചെല്ലാവുന്ന രീതിയിൽ ദൈവം ഒരു പുതിയ വ്യവസ്ഥയെ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ കാര്യത്തിൽ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഈ ഒരു വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശരീരയാഗമെന്ന് എടുത്തെടുത്ത് പല പ്രാവശ്യം ഈ വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചിലർ വിചാരിക്കുന്ന പോലെ യേശുക്രിസ്തു നമ്മുടെ നരകശിക്ഷ അനുഭവിച്ച് നരകത്തിൽ പോവുകയോ ആത്മമരണം അനുഭവിക്കുകയോ ചെയ്തില്ല. ആ ശരീരം ആണ് നമുക്കായി അർപ്പിക്കപ്പെട്ടത്. ഒരു ശരീരത്തെ നമുക്കായി ഒരുക്കി ആ ശരീരം നമുക്ക് എന്നേക്കുമായുള്ള യാഗമായി മാറും. അതിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണം പൂർത്തി വരുത്തിയിരിക്കുന്നു. ഈ ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സകല മനുഷ്യരോടും പറയാവുന്ന ഒരു സുവിശേഷമുണ്ട്. ആരെല്ലാം വിശ്വസിക്കുന്നു അവർക്കെല്ലാവർക്കും മതം ഒഴിഞ്ഞു പോയിരിക്കുന്നു. അവരിനൊന്നും ചെയ്യേണ്ടതില്ല. അവർ ക്രിസ്തുവിൽ ജീവിക്കുകയാണ് വേണ്ടത്. ഒരു മതപരമായ ആചാരങ്ങൾക്കും ഇനി പ്രസക്തിയില്ല. കാരണം ചെയ്യേണ്ടതെല്ലാം കർത്താവ് ഒരിക്കലായി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോ ദ റിലീജിയൻ ഇസ് ഡെഡ്, ഓൺലി ക്രൈസ്റ്റ് ലിവ്സ് ആൻഡ് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ us. ക്രിസ്തു നമ്മിൽ വിശ്വാസത്താൽ വസിക്കുന്നതോടുകൂടി ഈ മതങ്ങളും എല്ലാ ഇടനിലക്കാരും എല്ലാ കച്ചവടങ്ങളും അവസാനിക്കുന്നു. ക്രിസ്തുവിലൂടെ നമുക്ക് പിതാവിൻ്റെ അടുത്തേക്ക് ധാരാളമായ പ്രവേശനവും മക്കളെന്ന അവകാശവും അബ്ബാ പിതാവ് എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇത്ര വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിച്ച കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം.